ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ റെഡ്മിയുടെ അല്ലെങ്കിൽ ഷവോമിയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷവോമിയുടെ അല്ലെങ്കിൽ റെഡ്മിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തെ ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 7000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി A3 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. എന്നാലും ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ വരുന്നുണ്ട്. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ വരുന്നുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. MediaTekന്റെ Helio G36 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബഡ്ജറ്റ് ഒരു 700 രൂപയും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ റെഡ്മി 13C 4G എന്നുള്ള സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അതിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTekന്റെ Helio G85 എന്നുള്ള പ്രോസസ്സർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബേസ് വേരിയന്റിൽ തന്നെ 4GB RAM 128GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. 50 MP മെയിൻ ക്യാമറ സെൻസറും 8 MP സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയുടെ കൂടെ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 8800 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 11 Prime 4G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ എക്സ്ട്രാ ആയിട്ട് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTekന്റെ Helio G99 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസം വരുന്നില്ല. അതുപോലെ തന്നെ ഏകദേശം സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 9500 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 12 4G എന്ന ഫോൺ നോക്കാവുന്നതാണ്. അതിലും ഫുൾ HD റെസൊല്യൂഷൻ തന്നെയാണ് വരുന്നത്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് നമുക്ക് പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ക്യാമറയിൽ 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് നമുക്ക് എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. പിന്നെ സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. MediaTekന്റെ Helio G88 എന്ന പ്രോസസ്സറേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള MediaTekന്റെ Helio G99 എന്ന പ്രോസസ്സറാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചോൾ ഡിസൈനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 12 4G എന്ന സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് Helio G99 എന്ന പ്രോസസ്സറാണെന്നുണ്ടെങ്കിൽ റെഡ്മി 11 Prime 4G എന്ന ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് 5G ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 13C 5G എന്ന സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. 10500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇതിൽ ഡിസ്പ്ലേ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചേ കൊടുത്തിട്ടുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 6100+ എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 10500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 11300 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 12 5G എന്ന ഫോൺ ലഭിക്കുന്നുണ്ട്. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അതിലോട്ട് വരുമ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ ഫുൾ HD റെസൊല്യൂഷനും കിട്ടുന്നുണ്ട്, പഞ്ചോൾ ഡിസൈനും കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 7 5G ബാൻഡ്സ് വരുന്നുണ്ട്. ഏകദേശം സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും ബാറ്ററി സെറ്റപ്പൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പം ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് 5G ഒന്നല്ല ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന റെഡ്മിയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 12 4G എന്ന സ്മാർട്ട് ഫോൺ 11700 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 685 എന്നുള്ള പ്രോസസ്സറേ വരുന്നുള്ളൂ. 5G സപ്പോർട്ടില്ല. 11700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് 5Gയും കൂടി വേണം എന്നുണ്ടെങ്കിൽ 13400 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 12 5G എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ക്യാമറയിൽ 48 MP മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ബാക്കി സ്പെസിഫിക്കേഷൻ സെയിം ആണ്. പിന്നെ സ്നാപ്ഡ്രാഗൺ 4 Gen 1 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 7 5G ബാൻഡ്സും ഇതിൽ വരുന്നുണ്ട്. ഇത് കുറച്ച് പഴയ ഫോണാണ്. ഇനി പുതിയ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 15700 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 13 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലും ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ക്യാമറയിൽ മെയിൻ ക്യാമറ സെൻസർ വരുന്നത് 108 MP പിന്നെ 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇതിലും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ MediaTek Dimensity 6080 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 7 5G ബാൻഡ്സ് വരുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 22300 രൂപ അതുപോലെ തന്നെ 25900 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് MI 11X അതുപോലെ തന്നെ MI 11X Pro എന്നീ ഫോണിലൊക്കെ വരുന്നുണ്ട്. ഇത് കുറച്ച് പഴയ ഫോണുകളാണ്. പഴയ ഫോൺസൊക്കെ ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നാലും
നിങ്ങൾക്ക് 22,300 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ MI 11X നോക്കാം. ഇതിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 2 5G ബാൻഡ്സ് വരുന്നുള്ളൂ, അത് ശ്രദ്ധിക്കണം. പിന്നെ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേയും പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. 48+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 20 MP സെൽഫി ക്യാമറയും 4520 mAh ബാറ്ററി 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് ഇതിൽ വരുന്നത്. 22,300 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. അല്ല നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ MI 11X Pro എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. അതിലോട്ട് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ 108 MP മെയിൻ ക്യാമറ സെൻസറും കൊടുത്തിട്ടുണ്ട്. 25,900 രൂപ പ്രൈസ് റേഞ്ചിലാണ് ആ ഫോൺ വരുന്നത്. ബാക്കി ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ പുതിയ ഫോൺസ് ഒക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ 22,400 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 13 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യാം. അതിൽ 6.6 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 10 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 200+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. 16 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 13 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കേർവ്ഡ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7200 Ultra എന്നുള്ള പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ്. പിന്നെ 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 13 Pro Plus എന്ന സ്മാർട്ട് ഫോൺ 31,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ പഴയ ഫോൺസ് ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ Xiaomi 11T Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 10-bit ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 108+8+5 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 30,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ റെഡ്മിയുടെ ഷവോമിയുടെ ഒക്കെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ 70,000 രൂപ പ്രൈസ് റേഞ്ചിൽ Xiaomi 14 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇത് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. 6.36 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഡോൾബി വിഷന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ വരുന്നുണ്ട്. 50+50+50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4610 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 70,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 1,00,000 രൂപ പ്രൈസ് റേഞ്ചിൽ Xiaomi 14 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പം 6.73 ഇഞ്ചിന്റെ 2K AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡോൾബി വിഷന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 50+50+50 MP ക്വാഡ് ക്യാമറ സെറ്റപ്പും 32 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 80 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 1,00,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പം ഷവോമിയുടെ അല്ലെങ്കിൽ റെഡ്മിയുടെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാനേതെങ്കിലും ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.